ജാനച്ചേ രാവിലെ എന്തുവായിരുന്നു? വീട്ടിൽ അട വെച്ചിരിക്കുന്നു. ആ കൊച്ചാൻ നിന്നും പണിക്ക് പോയില്ലേ? എടി ഗോതമ്പ് കൊണ്ട് അട പൊടി വെച്ചേക്കുന്നത് വീട്ടില്. ഗോതമ്പ് അത് നിന്നിട്ടാ ഞാൻ വന്നത്. ഞാനും ഒരു സ്ലാവ് വാർത്ത തിന്നിട്ട് വരുവാ. സ്ലാവ് ആ ഗോതമ്പ് കൊണ്ട് ചെറിയ കലത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ. നനച്ചു കൊടുത്താൽ മതി, കിടന്നോളുമല്ലോ അത്. എന്റെ കെട്ടിയവൻ പഠിക്കുന്നു പോകുന്നില്ലോടി. ഓ എടി എന്തോ പറയുന്നേ? എടി എന്റെ കെട്ടിയോ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, പൂപ്പലല്ലായിരുന്നോ? ഇപ്പൊ തൂത്ത് കുറച്ച് വെച്ചേക്കുവാന്നോ? എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു. പൂപ്പലല്ലെന്ന് കേരളത്തിൽ വെളിയിൽ ഒരു സ്ഥലമില്ലേ? പോപ്പാല്. അത് പറ. പൂപ്പലായിരുന്നു. ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുവാ. യോ ഇപ്പൊ മത്തി വിൽക്കാം. ആഹാ, അപ്പൊ ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോടി. കള്ളു കുടിക്കുന്നതിനു പിന്നെ മദ്യപിക്കാൻ പോവെന്ന് പറഞ്ഞു. മത്തി വിൽക്കാനല്ലേ ഇത്? മദ്യപിക്കാൻ പോവാന്നോ? കള്ളു കുടിക്കാൻ പോവാന്ന്. ആ കൊള്ളാം. കള്ളുകൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം കള്ളുകൂടി എന്ന് പറയുന്നത്. കിടക്കുന്നില്ലോടി? മേറ്റ് വരുന്ന നോക്കണ്ടേടി ഞാൻ. അമ്മയ്ക്ക് ഞാൻ പറയട്ടെ, ഉഷയുടെ ഭർത്താവ് ഇപ്പൊ ഇതുപോലെ കള്ളും കുടിച്ചിട്ട് വന്ന കവലയിൽ കുറെ പേര് എന്ന് പറയുവാ, ഓരത്തിന്ന് ചാടുമ്പം പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പൊക്കത്തിൽ നിറച്ച് ആടുമ്പോ ആ ഇതും കേട്ടോണ്ട് ഈ ചെറുക്കൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടിന്റെ കുപ്പിയില്ലോടി, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മരത്തിന് മണ്ടക്ക് ഒരു ഒറ്റ ചാട്ടം. കുപ്പിയോ? ആ എന്തോ പറയാനാ, ഓപ്പറേഷനാ മറ്റന്നാളെ. കാല കമ്പിയുടെന്നല്ല, കൈ അങ്ങോട്ട് നൂറില്ല. കുപ്പി എടുക്കണ്ടായോ? പുള്ളി പോത്തോളും. ഞാൻ എന്താ പറയാനാ, എനിക്കറിയാൻ വയ്യ. പിന്നെ ഇങ്ങനെ കൊണ്ട് കുറെ കള്ളു കുടിക്കാൻ പോകുന്നു. എന്താണ് കള്ളു കുടിക്കത്തില്ല? പുകയായിരിക്കും. അല്ല, നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും.